ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിലും വളരെ ചുരുങ്ങിയ ചെലവിലും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഒരു ചെമ്മീൻ റൈസാണ് നമ്മളും തയ്യാറാക്കാൻ പോകുന്നത്. ദിസ് ഈസ് ധന്യ സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അധികം എരിവൊന്നുമില്ലാത്ത ഒരു ചെമ്മീൻ റൈസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു 3 പേർക്ക് ഒരു 20-25 ചെമ്മീനും നമുക്കെടുക്കാം. അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സാക്കി മാറ്റി വയ്ക്കാം. ഇനി അതിലോട്ട് വേണ്ട ഒരു മസാലക്കൂട്ടിന് വേണ്ടി ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 1/2 പീസോളം ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ പച്ചമുളക്, കറിവേപ്പില പുതിനയിലയും മല്ലിയിലയും ഒക്കെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയെല്ലാം അതിലോട്ടിട്ട് ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് അത് ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചെയ്തെടുക്കാം. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി കാഷ്യൂട്ടും കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതേ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചെടുക്കുക. അതിനുശേഷം മറിച്ചിട്ട് ഒരു 4 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അധിക നേരം ചെമ്മീനിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേവ് ഒരു റബ്ബറൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. വേവ് ഓവറായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് മാത്രം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു സൈഡ് വേവിച്ചെടുക്കുക. അതിനുശേഷം എല്ലാ മീനും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ മീനൊക്കെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് വേണ്ട മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് 2 ഏലക്കായ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെല്ലാം മിക്സിയുടെ ജാറിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമ്മുടെ തക്കാളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒണിയൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ തക്കാളിയുടെ ആ ഒരു കൂട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്തിരിക്കുന്നത്. കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ആ ഒരു എല്ലാ മസാലയും കൂടിയൊക്കെ ഒന്ന് യോജിക്കുന്നത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് ആ മസാല പിടിക്കുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിമിലിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. മസാലയൊന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിലോട്ട് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു ഗ്രേവിയിലോട്ട് നമ്മളിനി ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണോളം ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊരു നല്ലൊരു ക്രീമി രൂപമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബസ്മതി റൈസ് അല്ലെങ്കിൽ കൈമ റൈസ്, ജീരക റൈസ്, ബിരിയാണിയുടെ ഏത് റൈസ് വേണമെങ്കിലും ആ രീതിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മസാലക്കൂട്ടിലോട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ സാധാരണ ചെറുമണി അരി വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പും ഒരു പട്ടയും ഒരു ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണി റൈസിൽ ഇടുന്ന പോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും ഓണിയൻ ഫ്രൈയും ഒക്കെ ഇട്ട് കൊടുക്കാം. മല്ലിയില പുതിനയില ഒക്കെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കാം. ബിരിയാണി റൈസ് നമുക്ക് വേവിച്ചതിന് ശേഷം ഈ രീതിയിലോട്ടിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെറുമണി അരി വെച്ചിട്ടാണ് ഈ ഒരു റൈസ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. വളരെ ടേസ്റ്റായിട്ടുള്ള, വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള, എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള, അധികം എരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാവുന്ന രീതിയിലാണ് നമ്മുടെ ഇന്നത്തെ റൈസ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.